ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് മിക്സ്ഡ് വെജിറ്റബിൾ അടദോശ ഉണ്ടാക്കാം. ഇത് വളരെ ഹെൽത്തിയായ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നമുക്ക് നോക്കാം. ഇതിന് ഒരു അരക്കപ്പ് ഡൊപ്പിയരി എടുക്കണം, അരക്കപ്പ് കടലപ്പരിപ്പ്, അരക്കപ്പ് ഉഴുന്നാണ് വേണ്ടത്. ഇത് തലേ ദിവസം രാവിലെ വെള്ളത്തിലിട്ട് കുതിർത്ത് വയ്ക്കണം. എന്നിട്ട് പിറ്റേ ദിവസം ഇതിനെ നല്ല വൃത്തിയായിട്ട് കഴുകി ഒരു മിക്സിയിൽ നമുക്ക് 2 മുളക് 3 വറ്റൽ മുളകും കൂടെ ഇട്ടാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത്. ഇതിൻ്റെ കൂടെ നമുക്ക് ചേർക്കേണ്ടത് ഈ ഇൻഗ്രീഡിയൻസ് ആണ്. 1/2 സ്പൂൺ ഉപ്പ് ചേർക്കണം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകം, 1 നുള്ള് കായപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക്, 1/4 ടീസ്പൂൺ പെരുംജീരകം. ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം. നമുക്ക് ക്യാബേജും ക്യാരറ്റും ഉള്ളിയും കൂടെ നമുക്ക് ചെറുതായിട്ട് ഇതുപോലെ കൊത്തിയരിയണം. ശകലം മുരിങ്ങയില, മല്ലിയില, കരിവേപ്പില കൂടെ വേണം. ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് നമുക്ക് 2 സ്പൂൺ എണ്ണ ഒഴിക്കാം. നല്ലെണ്ണയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റിയാണ്. അതിലേക്ക് ഒരു പിടി ഉള്ളി കൊത്തി അരിഞ്ഞത് ഇടണം. ഇതിനെ നന്നായിട്ട് നമുക്ക് സോട്ട് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഒരു പിടി ക്യാബേജും ഒരു പിടി ക്യാരറ്റും കൂടെ നമുക്ക് ചേർക്കാം. ഇതും കൂടെ നന്നായിട്ട് വഴറ്റണം. ഇതിൻ്റെ കൂടെ മുരിങ്ങയില, കരിവേപ്പില, മല്ലിയില കൂടെ ചേർത്ത് നമുക്ക് ഇതിനെ നന്നായിട്ട് വഴറ്റാം. ഈ മിക്സറിനെ നമുക്ക് ദോശമാവിലേക്ക്, അടമാവിലേക്ക് നമുക്ക് ചേർക്കണം. ചേർത്ത് നന്നായിട്ട് നമുക്കിതിനെ മിക്സ് ചെയ്ത് എടുക്കണം. ഇപ്പോൾ നമ്മുടെ മിക്സ്ഡ് വെജിറ്റബിൾ അട ബാറ്റർ തയ്യാറായി. ഇതിലേക്ക് ശകലം തേങ്ങ കൂടെ നമുക്ക് ചേർക്കാം. തേങ്ങ കൂടെ ചേർക്കുന്നത് രുചിക്ക് വേണ്ടിയിട്ടാണ്, രുചി കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ദോശക്കല്ല് അടുപ്പിൽ വയ്ക്കുക. ദോശക്കല്ല് ചൂടായതിനു ശേഷം അതിലേക്ക് ഈ അടമാവ് നമുക്ക് ഒഴിക്കണം. നമ്മൾ ദോശ ഉണ്ടാക്കുമല്ലോ, അതുപോലെയാണ് കേട്ടോ. ഇതിൻ്റെ മുകളിലാണ് നല്ലെണ്ണ ഒഴിക്കേണ്ടത്. ആദ്യമേ നമ്മൾ നല്ലെണ്ണ എണ്ണ ഒഴിക്കുമ്പോഴേക്ക് ദോശ ഇങ്ങനെ പരന്ന് നമുക്ക് സ്പ്രെഡ് ചെയ്ത് വരത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെറും കല്ലിൽ മാവ് ഒഴിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ദോശയുടെ മുകളിൽ എണ്ണ ഒഴിക്കുമ്പോഴേക്കും നന്നായിട്ട് ദോശ നല്ല വലുപ്പത്തിൽ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും. ഈ മിക്സ്ഡ് വെജിറ്റബിൾ അടദോശ വളരെ ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. ഇതിൽ ധാരാളം പ്രോട്ടീൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്. നിങ്ങളും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.